അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഭർത്താവ് മരണപ്പെട്ടു പോയ സ്ത്രീ, അവർ പടുവൃദ്ധയാണ്, നല്ല വാർദ്ധക്യമുണ്ട്. അങ്ങനെയുള്ളൊരു സ്ത്രീ, അവൾ വിധവയായി, ഭർത്താവ് മരണപ്പെട്ടു പോയി. അങ്ങനെയുള്ള ആ വൃദ്ധയായ ഉമ്മ ഇദ്ദ ഇരിക്കേണ്ടതുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പ്രായം ചെന്ന ഉപ്പുപ്പ മരിച്ചു, ഉമ്മുമ്മക്ക് ഇദ്ദ ഇരിക്കണോ? പല ആളുകളും ചോദിക്കാറുണ്ട്. ഉമ്മുമ്മയെ സംബന്ധിച്ചിടത്തോളം ആർത്തവ സമയങ്ങളൊക്കെ കഴിഞ്ഞു, ശരീരം ദുർബലമായി. അപ്പോൾ അങ്ങനെ പ്രായം ചെന്ന ആ സഹോദരി അല്ലെങ്കിൽ ആ ഉമ്മ ഇദ്ദ ഇരിക്കേണ്ടതുണ്ടോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ ഇദ്ദയുമായി ബന്ധപ്പെട്ട്, ഭർത്താവ് മരിച്ചതാവട്ടെ, തൊലാക്ക് ചെല്ലുന്നതാവട്ടെ, ഇദ്ദയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ പ്രായത്തെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കുന്നില്ല. പൊതുവായ നിർദ്ദേശമാണ് നൽകുന്നത്. അതുകൊണ്ട് പ്രായമുള്ളവരാണെങ്കിലും ആ ഇദ്ദാകാലം നോക്കുക തന്നെ വേണം എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നൽകുന്ന മറുപടി. വിശുദ്ധ ഖുർആൻ പറയുന്നത്, അല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ. ഭർത്താവ് മരണപ്പെടുകയോ ഭർത്താവ് ഒഴിവാക്കുകയോ ചെയ്താൽ ഒരു സ്ത്രീ 4 മാസവും അർബഅത അശ്ഹുരിൻ വഅശ്റ 4 മാസവും 10 ദിവസവുമാണ് ഇദ്ദ ഇരിക്കേണ്ടത് എന്നത് വൃദ്ധരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും മധ്യവയസ്കതയാണെങ്കിലും ഇനി പ്രായം കുറവുള്ളവരാണെങ്കിലും എല്ലാ സഹോദരിമാർക്കും ബാധകമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ടു പോയ മയ്യത്തുമായി ബന്ധപ്പെട്ട തഅസിയത്ത് 3 ദിവസം മതി എന്ന് പറഞ്ഞ ശേഷം ഇല്ലാ അലാ സൗജിൻ അർബഅത അശ്ഹുരിൻ വഅശ്റ, എന്നാൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം 4 മാസവും 10 ദിവസവും ഇദ്ദാകാലമാണ്, അത് അനുഷ്ഠിക്കണം എന്ന് വളരെ കൃത്യമായി പറയുന്ന സ്ഥിതിക്ക് പ്രായമുള്ളവരാണെങ്കിലും പ്രായം കുറവുള്ളവരാണെങ്കിലും ഭർത്താവ് മരണപ്പെടുന്ന പക്ഷം, തൊലാക്ക് ചെല്ലുന്ന പക്ഷം ഈ ഇദ്ദയുമായി ബന്ധപ്പെട്ട നിയമം ബാധകമാണ് എന്നാണ് നല്ലൊരു വിഭാഗം ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നത്. അതുകൊണ്ട് ഈ നിയമം അങ്ങനെ തന്നെ പാലിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.